ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BSc മലയാളത്തിലെ മൊഡ്യൂൾ 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു എക്സാമിന് എസ് എ ആണെങ്കിലും ഷോർട്ട് എസ് എ ആണെങ്കിലും നമ്മൾ മെയിനായിട്ട് പഠിച്ചിരിക്കേണ്ടത് ഓരോ ചാപ്റ്ററിലെയും സമ്മറിയാണ്. ആ സമ്മറി പോയിൻ്റായിട്ട് ഞാൻ റിവിഷൻ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിവിഷൻ ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ പ്രധാനമായിട്ട് 3 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. അപ്പം അതിന് മുമ്പേ ഉപന്യാസ രചന പറഞ്ഞൊരു ഭാഗമുണ്ട്. അപ്പോൾ ഉപന്യാസം എന്താണ്, അതിൻ്റെ ഘട്ടങ്ങൾ എന്താണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഇതിൽ 3 ചാപ്റ്റേഴ്സാണല്ലോ ഉള്ളത്. കർണൻ്റെ അരങ്ങേറ്റം, മരണത്തിൻ്റെ കവിത, സർപ്പങ്ങൾ. ഈ 3 ചാപ്റ്റേഴ്സിലും വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, അരങ്ങേറ്റ സമയത്ത് അർജുനൻ എന്തെല്ലാം അഭ്യാസ പ്രകടനങ്ങളാണ് കാണിച്ചത്? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അർജുനൻ ആഗ്നേയാസ്ത്രം കൊണ്ട് തീയും വരുണാസ്ത്രം കൊണ്ട് വെള്ളവും ഉണ്ടാക്കി, ഭൗമം കൊണ്ട് ഭൂമിയിലാണ്ടു, അന്തർധാനം കൊണ്ട് മറഞ്ഞു, ക്ഷണനേരം കൊണ്ട് തേർനുഖത്തിലും തേർത്തടത്തിലും കാണപ്പെട്ടു, വട്ടം ചുറ്റുന്ന ലോഹവരാഹത്തിൻ്റെ വായിൽ ഒപ്പം 5 അമ്പ് എയ്ത് തറച്ചു, കയറിൽ തൂങ്ങിയാടുന്ന കാളക്കൊമ്പിന്മേൽ 21 അമ്പ് എയ്തേൽപ്പിച്ചു. ഇതൊക്കെയാണ് അഭ്യാസ പ്രകടനങ്ങൾ. അടുത്ത ചോദ്യം, രാജസദസ്സിലേക്ക് വന്ന അതിരഥനോട് കർണൻ എങ്ങനെയാണ് പെരുമാറിയത്? അതിരഥനെ കണ്ട മാത്രയിൽ അഭിഷേകാർദ്രമായ മിഴികളോടെ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്ദിച്ച് തൻ്റെ പിതാവിനോടുള്ള ബഹുമാനം അങ്ങേയറ്റം ആദരവോടെ കർണൻ പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മഹത്വമാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്. അടുത്ത ചോദ്യം, കർണനെ ദുര്യോധനൻ അംഗരാജ്യത്തെ രാജാവാക്കാൻ ഇടയായ സാഹചര്യം എന്ത്? കർണനും അർജുനനും കൂടി ദ്വന്ദ്വയുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങുന്ന ആ ഒരു അവസരത്തിൽ ആ ഒരു ദ്വന്ദ്വയുദ്ധ മുറയനുസരിച്ച് പാരമ്പര്യം പറയണം രണ്ടുപേരുടെയും. അർജുനൻ്റെ പാരമ്പര്യം അങ്ങനെ കൃപര് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ കർണൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് ചോദിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് വശമില്ലാത്ത വന്നപ്പോൾ കർണനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദുര്യോധനൻ രാജാവിനോട് മാത്രമേ അർജുനന് യുദ്ധം ചെയ്യാൻ കഴിയൂ എങ്കിൽ കർണനെ അംഗരാജ്യത്തെ രാജാവാക്കി ഈ നിമിഷം അഭിഷേകം ചെയ്യുമെന്ന് പറയുകയാണ്. അങ്ങനെയാണ് കർണനെ അംഗരാജ്യത്തെ രാജാവാക്കിയത്. അടുത്ത ചോദ്യം ഒരു എസ്സേ ക്വസ്റ്റ്യൻ പോലെയാണ് തന്നിരിക്കുന്നത്. ദാനശീലം കൊണ്ടും സ്വഭാവം കൊണ്ടും സൂര്യനെ പോലെ തിളങ്ങുന്ന കഥാപാത്രമാണ് കർണൻ. മാരാരുടെ നിരീക്ഷണങ്ങളെ മുൻനിർത്തി ചർച്ച ചെയ്യുക. അപ്പോൾ ഇതിൽ കർണൻ്റെ സ്വഭാവമഹിമ തെളിയിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, അംഗരാജ്യത്തെ രാജാവാക്കി ദുര്യോധനൻ കർണനെ അഭിഷേകം ചെയ്തു. അഭിമാനത്തോടെ നിൽക്കുന്ന കർണൻ്റെ മുന്നിലേക്ക് സൂതനായ വളർത്തച്ഛൻ അതിരഥൻ കടന്നു വരുന്ന സന്ദർഭത്തിൽ അതിരഥനെ കണ്ട മാത്രയിൽ അഭിഷേകാർദ്രമായ മിഴികളോടെ അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വന്ദിച്ച് തൻ്റെ പിതാവിനോടുള്ള ബഹുമാനം അങ്ങേയറ്റം ആദരവോടെ കർണൻ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അർജുനൻ്റെ വിജയത്തിന് വേണ്ടി വേഷം മാറി യാചക വേഷത്തിലെത്തുന്ന ദേവേന്ദ്രന് സഹജമായ കവചകുണ്ടലങ്ങൾ നൽകുന്ന സന്ദർഭം. കർണനറിയാം അത് നഷ്ടപ്പെട്ട തൻ്റെ ജീവൻ ആപത്താണെന്ന്. പിതാവായ സൂര്യൻ ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടാണ് കവചകുണ്ടലങ്ങൾ നൽകിയത്. എന്നിട്ടും തൻ്റെ മുന്നിലെത്തിയ ദേവേന്ദ്രന് വേണ്ടിയിട്ട് അത് കൊടുത്തു, ചതിയാണെന്ന് അറിഞ്ഞിട്ടും. മൂന്നാമത്, ദേവേന്ദ്രന് കവചകുണ്ടലങ്ങൾ കൊടുത്ത സമയത്ത് ദേവേന്ദ്രനിൽ നിന്നും ഒരേ ഒരു എതിരാളിയെ കൊല്ലാൻ ഒരു അസ്ത്രം വാങ്ങിയിരുന്നു, അർജുനൻ എന്ന എതിരാളിയെ കൊല്ലാൻ. എന്നാൽ കൃഷ്ണന്റെ തന്ത്രപ്രകാരം ഘടോൽക്കജനെ മുന്നിൽ നിർത്തി കൗരവസേനയെ കൊന്നു തള്ളുന്ന സന്ദർഭത്തിൽ ദുര്യോധനൻ ഘടോൽക്കജനെ കൊല്ലാനായി അസ്ത്രം പ്രയോഗിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഒരു മഹാസദസ്സിന് മുന്നിൽ അപമാനിക്കപ്പെട്ട് നിന്ന സന്ദർഭത്തിൽ തന്നെ ചേർത്ത് നിർത്തിയ ദുര്യോധനൻ അന്നേ കർണൻ കൊടുത്ത വാക്കാണ് എന്നും കൂടെ ഉണ്ടാവുമെന്ന്. ആ വാക്ക് പാലിക്കാൻ ഘടോൽക്കജന് നേരെ ആ അസ്ത്രം പ്രയോഗിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ വാക്ക് പാലിക്കുകയാണ്. അപ്പോൾ 3 സന്ദർഭങ്ങൾ കർണൻ്റെ വിനയശീലവും മഹത്വവും പ്രകടമാക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി വിശദീകരിച്ച് നിങ്ങൾക്ക് എഴുതാം, ഒരു എസ്സേ പോലെ എഴുതാവുന്നതാണ്. അടുത്ത ചോദ്യം, മാധവിക്കുട്ടിയുടെ കഥകളുടെ എന്ത് സവിശേഷതയാണ് വിമർശകൻ എടുത്തു പറയുന്നത്? ലോകം തങ്ങളിൽ ഏൽപ്പിച്ച മുറിവുകൾ മറച്ചു പിടിക്കാനായി വെറുതെ പാടുപെടുന്ന തൻ്റെ കഥാപാത്രങ്ങളുടെ ബോധമണ്ഡലത്തിലേക്ക് അവർ നൽകുന്ന പിടയ്ക്കുന്ന ഉൾക്കാഴ്ചകൾ മാധവിക്കുട്ടിയുടെ കഥകളുടെ സവിശേഷതയാണ്. അടുത്ത ചോദ്യം, മാധവിക്കുട്ടിയുടെ ആദ്യകാല കഥകളിലെ ഭാഷയുടെ സവിശേഷത എന്ത്? മാധവിക്കുട്ടി ആദ്യകാലത്ത് കഥകളിൽ ഉപയോഗിച്ചിരുന്നത് ഒരു തരം മൗനത്തിൻ്റെ ഭാഷയായിരുന്നു. എന്നാൽ അത് പിന്നീട് ഒരു നീണ്ട രോദനമായിട്ട് വളരുകയാണ് ചെയ്തത്. ബിംബങ്ങളും പ്രതിരൂപങ്ങളും മാധവിക്കുട്ടിയുടെ കഥകളിൽ കടന്നു വരാറുണ്ട്. അതിൻ്റെ ഉദാഹരണ സഹിതം വ്യക്തമാക്കുക എന്നൊരു ചോദ്യം കൂടി ഇതിലുണ്ടാവും. ഇത് ടെക്സ്റ്റിൽ കൊടുത്ത ചോദ്യമല്ല കേട്ടോ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിംബങ്ങളും പ്രതിരൂപങ്ങളും ഉപയോഗിച്ചാണ് മാധവിക്കുട്ടി കഥാഖ്യാനം നിർവഹിച്ചിരിക്കുന്നത്.
തൻ്റെ കിടപ്പുമുറിയിൽ തണുപ്പുകാലത്ത് വന്നുപെട്ട ഒരു പക്ഷിയെ ഷൂസിട്ട കാലുകൊണ്ട് ചവിട്ടി അരച്ച സംഭവം ചെറുപ്പക്കാരൻ നായിയോട് പറയുന്നുണ്ട്. അപ്പോൾ പക്ഷി എന്ന പ്രതീകം നമുക്ക് കാണാം. അതുപോലെ തന്നെ എൻ്റെ കഥയിലും ഇതുപോലെ തന്നെ പരുന്തുകൾ എന്ന കഥയിലും ഇതുപോലെയുള്ള പ്രതീകങ്ങൾ, പക്ഷിയുടെ പ്രതീകങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു ദൃശ്യബോധ സ്വാധീനം ഇതിലുണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എഴുത്തിന് വേണ്ടിയുള്ള ബിംബങ്ങളും അലങ്കാരങ്ങളും വിശേഷണങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ ആ ഒരു ദൃശ്യബോധ സ്വാധീനം തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് എസ്സേ ആണ്. എസ്സേ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാലോ, അതിൽ മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത്. പക്ഷെ അത് എസ്സേ എന്ത് ക്വസ്റ്റ്യൻ ആണ് അത് നോക്കിയിട്ട് വേണം അതിൻ്റെ ആൻസർ എഴുതാനായിട്ട്. അടുത്തായിട്ട് വരുന്നത് സർപ്പക്കാട് എന്നുള്ള കവിതയെ കുറിച്ചിട്ടാണ്. സർപ്പക്കാട് എന്ന കവിതയിൽ അദൃശ്യമായ ഭയത്തെ നിരൂപകൻ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നത് പാമ്പുകളില്ലാത്ത കാവായതുകൊണ്ട് സർപ്പക്കാട് സർപ്പത്തിൻ്റെ അഭാവമായും സൂചകമായും മാറി. താൻ ആവശ്യപ്പെടാതെ തന്നെ ഏൽപ്പിച്ച് നൽകിയ പൈതൃകത്തോട് കവിക്ക് സദാ പേടിയാണ്. പേടി എന്ന് പറയുന്നത് ഇവിടെ ഒരു സൂചകമാണ്. ഈ പേടിയാണ് യുക്തിബോധം കൊണ്ട് ചുട്ടിരിക്കുന്നത്. എന്നാൽ അത് സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അടുത്ത ചോദ്യം ഐതിഹ്യത്തിലെ നാഗങ്ങളും സ്വപ്നത്തിലെ നാഗങ്ങളെയും കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ വേർതിരിവ് പറയുന്നുണ്ടല്ലോ. അതായത് ഐതിഹ്യത്തിലെ നാഗങ്ങൾ സ്വപ്നത്തിലെത്തുമ്പോൾ വിശുദ്ധിയെ പ്രാപിക്കുകയാണ്. ഐതിഹ്യത്തിൽ അവ പ്രതികാരമൂർത്തികളാണ്, ഭാവനയിൽ ദുർമൂർത്തികളല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വപ്നത്തിൽ ദുർമൂർത്തികളല്ല, ദൈവത്തിൻ്റെ ഒരു പ്രതിരൂപമായിട്ടാണ് വർണ്ണിക്കുന്നത്. സർപ്പക്കാട്ടിലെ സർപ്പം ഒരു സൂചകമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരം സർപ്പക്കാട് എന്ന് പറയുന്നത് ഇവിടെ ഒരു സൂചകമാണ്, വംശത്തിൻ്റെയും വ്യക്തിയുടെയും അബോധം എന്ന സൂചകം. അതുകൊണ്ട് പകൽ വെളിച്ചത്തിൽ മാഞ്ഞുവെന്ന് കവിതയിൽ പറയുന്ന ഈ സർപ്പസൂചകം മനുഷ്യരുടെ അബോധത്തിൽ ഒരു മുദ്ര അവശേഷിപ്പിച്ചാണ് ഇല്ലാതാവുന്നത്. അവസാനമായിട്ട് കവിതയുടെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കവിതയിലെ സൂചകങ്ങൾ ചിലപ്പോൾ കവിതയുടെ ലക്ഷ്യങ്ങളെ തട്ടിമറിച്ചു എന്ന് വരാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുതിയ യുഗത്തിലെ നാഗത്താന്മാരെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ പുതിയ യുഗത്തിലെ നാഗത്താന്മാരാണെന്ന് പറയുന്നത് ഞാഞ്ഞൂലുകളാണ് എന്ന് പറയുന്നത്, അതായത് കാഷ്ടം കൊണ്ട് വളം ചേർക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് വരിക. ഇതോടുകൂടി നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി 3rd മൊഡ്യൂളാണ് എടുക്കാനുള്ളത്. അത് അടുത്ത വീഡിയോയിൽ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.